തൈപ്പൂയത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. നിങ്ങളിൽ എത്ര പേർ ഈ ഒരു കൊടുമ്പ് രഥോത്സവത്തിന് വന്നിട്ടുണ്ട്? ഇപ്പോൾ തന്നെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. പാലക്കാട് ജില്ലയിലെ രഥോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൽപ്പാത്തി രഥോത്സവമായിരിക്കും. അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു രഥോത്സവമാണ് കൊടുമ്പ് രഥോത്സവം. പഴനി ക്ഷേത്രത്തിൻ്റെ പാതി എന്നാണ് കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ഒരു കൊടുമ്പ് രഥോത്സവം കാണാനായി പാലക്കാട് നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് വന്നിട്ടുള്ളത്. 2 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ രഥോത്സവം നടക്കുന്നത്. അതിലെ 1-ാം ദിവസത്തെ രഥോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ചന്നയിട്ടിട്ടാണ് ഈ ഒരു തേര് നമ്മൾ നീക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് വലിക്കുകയും മറ്റൊരു സൈഡ് ഇതുപോലൊരു മരത്തിൻ്റെ പീസ് വെച്ച് ഇങ്ങനെ തള്ളിയിട്ടാണ് ഈ ഒരു രഥം നീക്കുന്നത്. പാലക്കാട്ടുകാരെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടിയും ആവേശത്തോടുകൂടിയും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഒരു കൊടുമ്പ് രഥോത്സവം. അപ്പോൾ അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ 2-ാം ദിവസത്തെ രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ മാംഗോ കസിൻസും ഉണ്ടാവും. തീർച്ചയായിട്ടും വരിക, കാണുക, ആസ്വദിക്കുക.